ലോകത്തിലെ ഏറ്റവും മികച്ച ചെറുകഥ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മത്സരമുണ്ട്. അത് ഫ്രാൻസിലെ വാക്കുകളുടെ മ്യൂസിയം എന്നറിയപ്പെടുന്ന മ്യൂസിയം ഓഫ് വേർഡ്സ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനം നടത്തുന്നതാണ്. അതിലെ ഒന്നാം സമ്മാനം കിട്ടുന്ന കഥയ്ക്ക് 25 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. ഒരുപക്ഷെ നോബൽ പ്രൈസിനേക്കാളും ബുക്കർ പ്രൈസിനേക്കാളും വലിയ തുകയാണ്. അതിന്റെ ഒരേ ഒരു നിബന്ധന, സമ്മാനം കിട്ടുന്ന കഥ 10 വാചകത്തിൽ കൂടുതലാവാൻ പാടില്ല എന്നുള്ളതാണ്. 10 വാചകത്തിൽ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ കഥ അയോഗ്യമാക്കപ്പെടും. കഥ എഴുതാൻ താല്പര്യമുള്ള, കഥ വായിക്കാൻ താല്പര്യമുള്ള, കഥയിലെ രാഷ്ട്രീയം എന്താണ് എന്ന് തിരിച്ചറിയാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കഥ മാത്രം പറഞ്ഞുകൊണ്ട് 10 വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അർമാൻഡോ മക്കിയ എന്ന് പറയുന്ന അർജന്റീന എഴുത്തുകാരൻ, 25 വയസ്സുള്ള അർജന്റീനയിലെ ഒരു എഴുത്തുകാരനാണ് അത് എഴുതിയത്. 2019 4 വർഷം മുമ്പാണ് ആ സമ്മാനം കിട്ടിയ കഥ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനത് അന്ന് മാതൃഭൂമി വാരാന്തപത്രത്തിന്റെ എഡിറ്ററായിരുന്ന സമയത്ത് അത് ഞാൻ വിവർത്തനം ചെയ്ത് വാരാന്തപത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ വായിച്ചതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പുതിയ കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. വെടിക്കാരൻ എന്നാണ് ആ കഥയുടെ പേര്. സ്നിപ്പർ, തോക്കുപയോഗിക്കുന്ന ആൾ എന്നാണ് കഥയുടെ പേര്. 10 വാചകം കേൾക്കാൻ നിങ്ങൾ സൗമനസ്യം കാണിക്കണം. ആ 10 വാചകം കഴിഞ്ഞ് ഞാൻ കഥ എന്റെ ഇവിടെ എടുത്ത് പോകും, സമ്മാനം കൊടുത്തു പോകും. പതിവായി ജോലിക്കായി ബസ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നിരത്തിനപ്പുറത്ത് ഉള്ള 14 നില കെട്ടിടത്തിന്റെ 8ാം നിലയിൽ നിന്ന്, ബാൽക്കണിയിൽ നിന്ന് 4 വയസ്സുള്ള ഒരു കുട്ടി തനിക്ക് നേരെ വിരലുകൾ തോക്കുപോലെ മുദ്രയാക്കി പിടിച്ച് ഠോ എന്ന് ശബ്ദിക്കുന്നത് അയാൾ കണ്ടു. ഒരാൾ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി, എതിരെയുള്ള ഒരു അജ്ഞാതനായ കുട്ടി 8ാം നിലയിൽ നിന്ന്, ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ ഠോ എന്ന് കേൾപ്പിച്ചു. അത് തന്റെ നെഞ്ചിൽ കൊണ്ട് എന്ന നാട്യത്തിൽ അയാൾ നെഞ്ചിൽ അമർത്തിപ്പിടിക്കുകയും പെടയുന്നത് പോലെ ഒന്ന് അഭിനയിക്കുകയും ചെയ്തു, കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ അയാളുടെ അഭിനയം കണ്ട് ആർത്ത് ചിരിച്ചു. 3 വാചകം കഴിഞ്ഞു. 3.5 ലക്ഷം കൂടി പോന്നു. നമ്മളിവിടെ ഒന്ന് ഓരോ മണിക്കൂർ 4:30 പുറപ്പെട്ടിട്ട് വൈകുന്നേരം 9 മണിക്ക് തിരിച്ചു ചെന്നാൽ പ്രതിഫലം അങ്ങനെ ചോദിച്ചാൽ അവന്റെ ഒരു അഹങ്കാരം എന്ന് പറയുന്ന കാലമാണ്. വാക്കുകൾക്ക് വിലയുള്ള ഒരു എഴുത്തുകാരനെ പറ്റി പറയുകയാണ്, വാക്കുകൾക്ക് വിലയുള്ള ഒരു എഴുത്തിനെ പറ്റി പറയുകയാണ്. പിന്നെ അതൊരു കളിയായി തീരുകയും എപ്പോഴൊക്കെ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നാലും അയാൾ ആ കുഞ്ഞിനെ നോക്കുകയും അവൻ തന്റെ പിഞ്ചു വിരലുകൾ കൊണ്ട് ഉന്നം വെച്ച് ഠോ എന്ന് പറയുകയും അയാൾ വെടിയേറ്റതുപോലെ അഭിനയിക്കുകയും അവൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ഇന്നലെ പതിവുള്ള ബസ് അല്പം വൈകി എന്നറിഞ്ഞപ്പോൾ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട കുഞ്ഞ് അവന്റെ വിരലുകൾ മുദ്രയാക്കി, തോക്കിന്റെ മുദ്രയാക്കി ഉന്നം പിടിക്കുന്നതിന് മുമ്പേ അയാൾ തന്റെ പാരുഷ്യം നിറഞ്ഞ 2 വിരലുകൾ അവന് നേർക്ക് പിടിക്കുകയും ഠോ എന്ന് ശബ്ദിക്കുകയും ചെയ്യും. ഒരു കളിയാണല്ലോ, ഒരു രസം അങ്ങോട്ട് ഒന്നാവാം. അടുത്ത നിമിഷം 8ാം നിലയിൽ നിന്ന് അവൻ പിടഞ്ഞ് താഴത്തെ നിരത്തിലേക്ക് മറിഞ്ഞു വീണു. ചോരയുടെ ഒരു ചെറിയ വൃത്തത്തിനകത്ത് പിടഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് അയാൾ പരിഭ്രമത്തോടെ ഓടിച്ചെന്നു. കുഞ്ഞെ, ഇന്നലെ വരെ നീ എന്നോട് കാണിച്ചതല്ലേ ഞാനും നിന്നോട് കാണിച്ചതുള്ളൂ? അയാൾ വേദനയോടെ ചോദിച്ചു. വിറയ്ക്കുന്ന തൊണ്ടയിൽ തന്റെ അവസാനത്തെ വാക്കുകൾ ഉരുടുന്നതിന് മുമ്പ് കരുണാർദ്രമായി അയാളെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, അങ്കിൾ, പക്ഷെ ഇന്നലെ വരെ അങ്കിളിനെ ഞാൻ വെടിവെച്ചത് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ലല്ലോ എന്ന്. അത്രയേ ഉള്ളൂ കഥ. എല്ലാം സിമ്പിൾ വാക്കുകളാണ്. ഇത് അറിയപ്പെടാത്ത ഒരു വാക്കുകളുമില്ല. ശബ്ദധാരാവിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു വാക്കുമില്ല. പക്ഷെ ആ വെടിയുണ്ട ആ കുഞ്ഞിന്റെ നെഞ്ചത്ത് എന്നതുപോലെ വായനക്കാരുടെ നെഞ്ചിലും കൊണ്ട് അത് ഓരോ തവണ വായിക്കുമ്പോൾ അതിന് പുതിയ പുതിയ അർത്ഥങ്ങളാണ്. അതിന്റെ രാഷ്ട്രീയം വളരെ വലുതാണ്. ഒരു കുഞ്ഞിന് നേർക്ക്, ഒരു സ്ത്രീയുടെ നേർക്ക്, അരികുവൽക്കരിക്കപ്പെട്ടവന്റെ നേർക്ക്, ജാതിയിലോ സമ്പത്തിലോ പ്രശസ്തിയിലോ താഴേക്കിടയിലുള്ള ഒരാൾക്ക് നേർക്ക് നിങ്ങൾ വാക്ക് പ്രയോഗിക്കേണ്ട. വെറുതെ ഒന്ന് ഓങ്ങിയാൽ പോലും അവന് മുറിയും, അവൻ വേദനിക്കും, വെടികൊണ്ട് അവൻ താഴെ വീഴും. നമ്മൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു സത്യമാണിത്. ലിവറേജിൽ ക്യൂ നിന്നിട്ട് നല്ല മദ്യം കിട്ടാതെ വരുമ്പോൾ ഒരു ചാത്തൻ സാധനം നമ്മൾ അറിയാതെ പറഞ്ഞാൽ നമ്മുടെ പിന്നിലേക്ക് ഒരുത്തിന്റെ അച്ഛന്റെ പേരായിരിക്കും ചാത്തൻ എന്ന്.
അവന് ചാത്തൻ വളരെ പ്രധാനപ്പെട്ട ആളാണ്. അവനെ വളർത്തി വലുതാക്കിയ ആളാണ്. അവന് ചക്രവർത്തിയാണ് ചാത്തൻ. അദ്ദേഹം തന്നെ ആരാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ചുവോ, തന്നെ പ്രതി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരുന്നുവോ അത് നിറവേറ്റാൻ പറ്റാത്ത കുണ്ഠിതത്തിലാണ് ഈ ബ്യൂറസിൽ ക്യൂ നിന്ന് കള്ളുടിച്ച് തീർക്കുന്നത്. അപ്പൊ മുന്നിലിരിക്കുന്ന ഒരാള് ഒരു വസ്തുതയെ, ഒരു വസ്തുവിനെ ഇകഴ്ത്താൻ വേണ്ടി ചാത്തൻ എന്ന് പ്രയോഗിക്കുമ്പോൾ അവന്റെ നെഞ്ചത്ത് നമ്മൾ അറിയാതൊരു വെടിയുണ്ട കൊള്ളുന്നുണ്ട്. ചെറ്റ എന്ന് പറയുമ്പോൾ എന്റെ മനുഷ്യനാമോ എന്നുള്ള നോവലൊരു അധ്യായം തന്നെ അങ്ങനെ ചെറ്റയെ പറ്റി എഴുതിയിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ കുടിലിന്റെ പേരാണ് ചെറ്റ. ഓല കുത്തിമറിച്ച ഒരു ചെറിയ വീട്. അതൊരു ശകാരപദമായി നമ്മൾ മലയാളികൾ ഉപയോഗിക്കുമ്പോൾ ചെറ്റയിൽ ജീവിച്ച ഓരോരുത്തരും വേദനിക്കുന്നുണ്ട്. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിയിൽ ജീവിക്കുന്നതിന്റെ ജീവിതമാണ്. അവനെ സംബന്ധിച്ചുള്ള അത് ഒട്ടും നമ്മളെക്കാൾ ഒട്ടും മോശമല്ല. അവന്റെ ജീവിതാനുഭൂതികൾ, ഓർമ്മകൾ മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ചില നേതാക്കന്മാർ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പോലും അധികാരം കിട്ടിക്കഴിയുമ്പോൾ പതുക്കെ സ്വയം സവർണനും ഫ്യൂഡലുമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റത്തരം എന്നല്ലാതെ, ചെറ്റത്തരം കാണിച്ച പിന്നെ ചെറ്റ എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കും എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കും. തിരുത്തി കൊടുക്കാനായില്ല. ചുറ്റുപാടും ആളുകളുണ്ട്, ബുദ്ധിമാന്മാരായ സംസ്കാര സമ്പന്നരായ കവിതയും കഥയും ഒക്കെ എഴുതുന്ന എഴുത്തുകാരൊക്കെ ചുറ്റും പറ്റിക്കൂടി നിൽക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ ഇത് പറയരുത്. നമ്മുടെ പാർട്ടി ഈ ചെറ്റക്കുടിൽ താമസത്തിന്റെ വോട്ട് കൊണ്ടാണ് നമ്മുടെ പാർട്ടി ലോകത്തിൽ ആദ്യമായിട്ട് അധികാരമേറ്റിയ പാർട്ടിയായി മാറിയത്. നാറി എന്ന് വിളിക്കുക. വേർത്തവന്റെ കളിപ്പേരാണ് നാറി. ഫ്യൂഡൽ സപ്പർമഞ്ച കട്ടിലിരിക്കുമ്പോ പറമ്പിൽ പണിയെടുത്തു വരുന്ന അവനെ നാരി എന്ന് സംബോധന ചെയ്യുന്ന ഒരു മോളിലിരുന്നുള്ള സംബോധനയാണ്. പരനാരി എന്ന് വെച്ചാൽ മലം ചുമക്കുന്നവനാണ്, പരമമായ നാറ്റമുള്ളവൻ. 1950 തന്നെ തകഴി ശിവശങ്കരപ്പിള്ള തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ എഴുതി ഈ പരമനാറ്റമുള്ളവന്റെ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഇവനും മനുഷ്യനാണ്, അവന്റെ ജീവിതത്തിന്റെ നായകൻ അവനാണ്, നമ്മളല്ല എന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചു മലയാളികൾക്ക്. നമ്മളതൊന്നും പഠിച്ചില്ല. നമ്മുടെ ശകാര ശബ്ദ താരാവലിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇതൊക്കെയാണ്. ഈ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് വെടിവെക്കുന്ന ഈ പദങ്ങൾ കൊണ്ട് നമ്മൾ അമ്മാനമാടി രസിക്കുകയാണ് അറിയാതെ. അത് രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ സാംസ്കാരിക നായകന്മാർ മുതൽ എല്ലാവരും ഇത് പറയുന്നു. ഈ വാക്കിന്റെ വേര്, ഈ വാക്കിന്റെ രാഷ്ട്രീയം, ഈ വാക്കുണ്ടാക്കുന്ന വേദനയെ പറ്റിയാണ് അർമാൻഡോ മക്കിയ 25 ലക്ഷം രൂപയ്ക്ക് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ വെറുതെ ഒന്ന് ചൂണ്ടിയാൽ മതി, ഒരു കുഞ്ഞിന് വേദനിക്കും. നിങ്ങൾ വെറുതെ ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഞാൻ ആണും നീ പെണ്ണുമാണ് എന്ന അർത്ഥത്തിൽ പറയുന്ന ഒരു വാചകം മതി, ആ പെണ്ണിന്റെ നെഞ്ചിൽ ഒരു വലിയ വെടിയുണ്ട പോലെ തറച്ച് കയറും. അവൾ മരിക്കും. നമ്മളത് കാണുന്നില്ല, ചോര നമ്മൾ കാണുന്നില്ല. കുഞ്ഞ് തെരുവിൽ വീണപ്പോ, ചോരയിൽ കുളിച്ച് മരിച്ചു വീണപ്പോ ആ കാഴ്ച നമ്മളെ കാണിച്ചു തരികയായിരുന്നു 25 വയസ്സുള്ള അർമാൻഡോ മക്കിയോ എന്ന അജ്ഞാതനായിട്ടുള്ള അർജന്റീനിയൻ എഴുത്തുകാരൻ.